ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 3ാമത്തെ പാഠഭാഗമായ മനുഷ്യന്റെ കൈകളിലെ ഒരു ഭാഗമായ കുതിരകെട്ടിക്കളിയാണ്. ഈ പാഠഭാഗത്തിലെ കുതിരകെട്ടിക്കളിക്ക് മുന്നേയുള്ള ഭാഗങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ? അവിടെ എന്താ കാണുന്നത്? അവിടെ കുട്ടികൾ നിന്ന് കളിക്കുകയാണല്ലേ. ഒളിച്ചു കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ കളികളാണ് മക്കളെ കളിക്കുന്നത്? കുട്ടികൾ ഉത്സാഹത്തോടെ ഏർപ്പെടുന്ന ഒന്നാണ് കളി. ആരോഗ്യം വർദ്ധിപ്പിക്കാനും പഠനം മെച്ചപ്പെടുത്താനും മെയ്യനങ്ങി കളിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടിക്കാലത്തെ ഒരു കളി അനുഭവം കവി കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയത് നോക്കൂ. അപ്പോൾ ആരുടെ കുട്ടിക്കാല അനുഭവമാണ് എഴുതിയേക്കുന്നത്? കവി കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഒരു കുട്ടിക്കാലത്തെ കളി അനുഭവമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. കുതിരകെട്ടിക്കളി. ഒഴിവുകാലത്ത് ചെറിയ കുതിരകളെ കെട്ടുകയാണ് ഞങ്ങളുടെ പ്രധാന പണി. തെങ്ങിലെ വെള്ളക്കയും ഈർക്കിലും ഉപയോഗിച്ച് വളരെ ചെറിയ കുതിരകളും മരവും വർണ്ണക്കടലാസും ഉപയോഗിച്ച് അല്പം കൂടി വലിയ കുതിരകളും ഞങ്ങൾ കെട്ടിയിരുന്നു. അപ്പോൾ കുതിരകെട്ടിക്കളിയെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കിയാലോ? എങ്ങനെയാണ് കുതിര കെട്ടിയിരുന്നത്? തെങ്ങിലെ വെള്ളക്കയും ഈർക്കിലും ഉപയോഗിച്ച് ചെറിയ കുതിരകളെയും മരവും വർണ്ണക്കടലാസും ഉപയോഗിച്ച് വലിയ കുതിരകളെയും ആണ് അദ്ദേഹം കെട്ടിയിരുന്നത്, അല്ലേ? എങ്കിൽ നോക്കിയേ, എങ്ങനെയാണ് കുതിരയെ ഉണ്ടാക്കിയിരുന്നത്? 4 ചെറിയ മരക്കാലുകളിൽ 2 മരങ്ങൾ വെച്ച് ചട്ടമുണ്ടാക്കും. അതിന്മേൽ 4 നീണ്ട കതിരുകാലുകൾ ഉറപ്പിക്കും. പിന്നെ വർണ്ണക്കടലാസ് ഉപയോഗിച്ച് 2 ഇടക്കൂടാരങ്ങളും ചുവന്ന കടലാസ് ഒട്ടിച്ചു മേൽക്കൂടാരവും ഉണ്ടാക്കും. പൊടിപ്പും തൊങ്ങലും ഒട്ടിച്ചു വെക്കും. കുതിരത്തലയും കുതിരവാലും ഉണ്ടാക്കും. കയറുപയോഗിച്ച് 4 ആലാത്തും കെട്ടും. കുതിരയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി കുതിരയെ തോളിലേറ്റി ചരോ പരോ ചരോ പരോ എന്ന വായ്ത്താരിയുടെ വഴിയിലെല്ലാം കൊണ്ടു നടക്കും. ഇതായിരുന്നു ഞങ്ങളുടെ മധ്യവേനലാവധിക്കാലത്തെ ഉത്സവം. അപ്പൊ എങ്ങനെയാണ് കുതിരയെ കെട്ടിയിരുന്നത്? 4 ചെറിയ മരക്കാലുകളിൽ 2 മരങ്ങൾ വെച്ച് ചട്ടമുണ്ടാക്കി അതിന്മേൽ 4 നീണ്ട കതിരുകാലുകൾ ഉറപ്പിച്ച് വർണ്ണക്കടലാസുകൾ ഉപയോഗിച്ച് ഈ 2 ഇടക്കൂടാരങ്ങളും ചുവന്ന കടലാസ് ഒട്ടിച്ച് മേൽക്കൂടാരവും ഉണ്ടാക്കി പൊടുപ്പും തൊങ്ങലും ഒട്ടിച്ചു വെച്ച് കുതിരത്തലയും കുതിരവാലും ഉണ്ടാക്കി കയറുപയോഗിച്ച് 4 ആലാത്തും കെട്ടി കുതിരയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ക്വസ്റ്റ്യൻ നോക്കൂ. ഒഴിവു ദിവസങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്ന കൂട്ടായ കളികൾ ഏതെല്ലാമാണ്? ചർച്ച ചെയ്യൂ. ഏതൊക്കെ കളികളാണ് നിങ്ങൾ കളിക്കുന്നത്? നമുക്കൊന്ന് എഴുതിയാലോ? ഒളിച്ചുകളി, ക്രിക്കറ്റ് കളി, പന്തുകളി, കക്കുകളി, വീടുണ്ടാക്കി കളി, കോഴിയും കുറുക്കനും കളി. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളുടെ ഒരു കളി അനുഭവം വിവരിച്ചെഴുതൂ. നമുക്ക് കോഴിയും കുറുക്കനും കളിയെക്കുറിച്ച് എഴുതാം. 10 അതിലധികമോ കുട്ടികൾ ചേർന്നുള്ള കളിയാണ്. കുട്ടികൾ കൈകോർത്ത് പിടിച്ച് വട്ടത്തിൽ നിൽക്കുന്നു. വട്ടത്തിനകത്ത് കോഴിയെ പ്രതിനിധീകരിക്കുന്ന കുട്ടിയും വട്ടത്തിന് പുറത്ത് കുറുക്കനെ പ്രതിനിധീകരിക്കുന്ന കുട്ടിയും നിൽക്കും. വട്ടത്തിൽ കൈകോർത്ത് നിൽക്കുന്ന കുട്ടികളുടെ കൈകൾ തമ്മിലുള്ള കെട്ടഴിച്ചാൽ മാത്രമേ കുറുക്കന് അകത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. കൈകൾ തമ്മിലുള്ള കെട്ടഴിച്ച് കുറുക്കൻ അകത്തു കടക്കുമ്പോൾ കോഴിയെ പുറത്തുവിടും. കുറുക്കനെ പുറത്തുവിടില്ല. കൈകൾ തമ്മിലുള്ള കെട്ടഴിച്ചാൽ മാത്രമേ കുറുക്കന് പുറത്തു കിടക്കാൻ സാധിക്കുകയുള്ളൂ. ആരുടെയൊക്കെ കൈകൾ തമ്മിലാണോ കെട്ടഴിച്ച് കുറുക്കൻ പുറത്തു പോകുന്നത് ആ കുട്ടികൾ അടുത്ത കോഴിയും കുറുക്കനും ആവണം. ഇത് ഓരോ പ്രാവശ്യവും ആവർത്തിക്കുന്നു. ഇങ്ങനെയാണ് കോഴിയും കുറുക്കനും കളി കളിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കുതിര എന്നും തല എന്നും 2 വാക്കുകൾ ചേർന്ന് കുതിരത്തല എന്ന ഒരൊറ്റ വാക്കായി. ഇത്തരത്തിൽ 2 വാക്കുകൾ ചേർന്ന് രൂപപ്പെട്ട മറ്റേതെല്ലാം പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും? അപ്പൊ പാഠഭാഗത്ത് നിന്നുള്ള ഇതുപോലുള്ള വാക്കുകൾ നമുക്ക് കണ്ടെത്തി എഴുതാം. വർണ്ണം അധികം കടലാസ്, വർണ്ണക്കടലാസ്. വിഷമം അധികം അവസ്ഥ, വിഷമാവസ്ഥ. തോളിൽ അധികം ഏറ്റി, തോളിലേറ്റി. വേനൽ അധികം അവധി, വേനലവധി. വളരെ അധികം ചെറിയ, വളരെ ചെറിയ. മരം അധികം കാൽ, മരക്കാൽ. കളി അധികം അനുഭവം, കളി അനുഭവം. അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാഠഭാഗത്തിൻ്റെ മുന്നേയുള്ള ഭാഗങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. വീഡിയോ കഴിയുമ്പോൾ ടീച്ചർ കൊടുത്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഈ ക്ലാസ്സുകളിലെ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം 4ാമത്തെ പാഠഭാഗവുമായി. താങ്ക് യു.